പുഴയുടെ ചിരി, പുസായുടെ ചിരി, ദ റിവർ സ്മൈൽ. നിലായും ഈശ്വറും ചിരിച്ചുകൊണ്ട് പുഴയുടെ തീരത്തുകൂടി ഓടുകയായിരുന്നു. നില ഒരു പലഹാരം കഴിച്ചു കഴിഞ്ഞപ്പോൾ പ്ലാസ്റ്റിക് കവർ ചുരുട്ടി വലിച്ചെറിഞ്ഞു. അവൾ ശ്രദ്ധിച്ചില്ല. അവിടെ കിടന്നിരുന്ന പ്ലാസ്റ്റിക് കുപ്പി ചിരിച്ചുകൊണ്ട് പുതിയ കവറിനെ സ്വാഗതം ചെയ്തു. നമ്മളിപ്പോൾ അയൽക്കാർ, കുപ്പി പറഞ്ഞു. അവർ പതിയെ പുഴയുടെ അടുത്തേക്ക് നീങ്ങി. നദിക്ക് ചെറുതായി വേദനിച്ചു. ഈ കവറുകൾ എന്റെ വീട്ടിൽ എന്തിനാ? മീൻ കുഞ്ഞ് വിഷമത്തോടെ നീന്തിപ്പോയി. നിലായും ഈശ്വറും വെള്ളത്തിൽ കാലിട്ട് കളിക്കാൻ ചെന്നപ്പോൾ പ്ലാസ്റ്റിക് കഷണങ്ങൾ കണ്ടു. നദി മെല്ലെ പറഞ്ഞു, ഈ കുപ്പികളും കവറുകളും എന്നെ ചൊറിച്ചിലും വേദനയുമാക്കുന്നു. ഈശ്വർ വിഷമത്തോടെ ഒരു കഷണം പ്ലാസ്റ്റിക് എടുത്ത് കരയിൽ വെച്ചു. നില, നമ്മൾ ചവറ് ശരിയായ സ്ഥലത്താണ് കളയേണ്ടത്. തേങ്ങാപ്പന മെല്ലെ തലയാട്ടി. രാത്രി അച്ഛൻ പറഞ്ഞു, പുഴ ഇപ്പോൾ അല്പം വൃത്തിക്കുറവാണല്ലോ. മീനുകൾ ഓടിപ്പോകുമോ എന്ന് മീൻപിടുത്തക്കാർ ഭയക്കുന്നു. വള്ളിയമ്മച്ചി നിലായോട് പുഴയുടെ ഒരു കഥ പറഞ്ഞു. നമ്മൾ പുഴയിൽ ചവറിടുമ്പോൾ അത് കൂട്ടുകാരന്റെ ഹൃദയത്തിൽ കല്ലെറിയുന്നത് പോലെയാണ്. അടുത്ത ദിവസം മാഷ് ക്ലാസ്സിൽ പുഴയുടെ ചിത്രം കാണിച്ചു. പ്ലാസ്റ്റിക് മീനുകൾക്ക് ഭക്ഷണമാണെന്ന് തെറ്റിദ്ധരിക്കും. അത് വെള്ളം മലിനമാക്കും. മാഷ് പറഞ്ഞു, നമുക്കൊരു പുഴ ശുചീകരണ ദിനം നടത്താം. ക്ലാസ് കഴിഞ്ഞ് നില ഈശ്വറിനോട് പതുക്കെ പറഞ്ഞു, ഞാനാണ് ഇന്നലെ ആ കവർ വലിച്ചെറിഞ്ഞത്. എന്നോട് ദേഷ്യം തോന്നുമോ? ഈശ്വർ അവളെ കെട്ടിപ്പിടിച്ചു. തെറ്റുപറ്റി, പക്ഷെ സത്യം പറഞ്ഞല്ലോ. നമുക്കൊരുമിച്ച് ശരിയാക്കാം. ശുചീകരണ ദിവസം. എല്ലാവരും പുഴയുടെ തീരത്തെത്തി. ഇലക്കുട പാട്ടുകൾ പാടി. ഇലകളും കടലാസുകളും അടിച്ചുവാരി. നില തന്റെ പഴയ കവറും പ്ലാസ്റ്റിക് കുപ്പിയും കണ്ടു. അവളത് മെല്ലെ എടുത്തു. കുപ്പി പറഞ്ഞു, ഇനി എന്നെ നല്ലൊരു ബിന്നിലിടണേ. പുഴയിലല്ല എന്റെ സ്ഥാനം. പതിയെ നദിയുടെ മണൽ തിളങ്ങാൻ തുടങ്ങി. മീൻ കുഞ്ഞ് സന്തോഷത്തോടെ വെള്ളത്തിന്റെ മുകളിലേക്ക് ചാടി. ഇപ്പോൾ നിലാപലഹാരം കഴിച്ചു കഴിഞ്ഞാൽ കവർ പോക്കറ്റിലെ സഞ്ചിയിലിടും. ഈശ്വർ വേറൊരു കുട്ടിയോട് ചവർ ബിന്നിലിടാൻ ഓർമ്മിപ്പിച്ചു. തേങ്ങാപ്പന കണ്ടു സന്തോഷിച്ചു. നമ്മുടെ നദിയും മണ്ണും സുഹൃത്തുക്കളാണ്. നാം മാലിന്യം ശരിയായിടത്തിട്ടാൽ അവർ സന്തോഷത്തോടെ നമ്മെ സംരക്ഷിക്കും.